ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പൊ സച്ചി വണ്ടിയും കൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഹൈവേ പോലീസുകാരൊക്കെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കൈ കാണിച്ച ഉടനെ തന്നെ പെട്ടെന്ന് നമ്മുടെ സച്ചി വണ്ടി നിർത്തിയിട്ട് എന്താ സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി പെട്ടെന്ന് വെപ്രാളത്തോടെ ഇങ്ങനെ വന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മുടെ സച്ചി ചോദിക്കുക, എന്തിനാ എന്റെ കാറ് തടഞ്ഞത്? അത് നിനക്കറിയില്ലേ? വാടാ ഇങ്ങോട്ട്, മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ നിൽക്കുന്ന മേലുദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ടാ കൊണ്ടുവന്നിരിക്കുന്നത്. പേപ്പർ ലൈസൻസ് എല്ലാം ഉണ്ട്. പേപ്പർ ലൈസൻസും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതെ, വണ്ടി ഓടിക്കുന്ന ആള് ക്ലീൻ ആയിരിക്കണം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഇതെന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? യാത്രക്കാര് പാതി വഴി വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, പലരും വിളിച്ചിട്ട് പലതും പറയുന്നു. നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ നിനക്ക് ബോധം വേണ്ടേ? അയ്യോ സാർ, എനിക്ക് ബോധക്കേടൊന്നുമില്ലല്ലോ, ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്. നിന്റെ ബോധവേ നാട് മുഴുവൻ കണ്ടതാ. നിന്നെ പോലെയുള്ള ഡ്രൈവർമാരെ ആളുകളെ കൊല്ലാനോ? ഇന്ന് വരെ എന്റെ കാർ ആക്സിഡന്റ് ആയിട്ടില്ല, ഇതുവരെ എന്റെ കാർ തട്ടി മറിച്ചിട്ടുമില്ല. അങ്ങനെ സംഭവിച്ചത് നിന്റെ കാറിൽ കയറിയവരുടെ ഭാഗ്യം കൊണ്ടാ. എടാ, ലൈസൻസ് എടുക്കടാ, ലൈസൻസ് എടുക്കാനാ പറഞ്ഞത്. ഏതായാലും അപ്പൊ തന്നെ നമ്മുടെ സച്ചി ലൈസൻസ് എടുത്തു കൊടുത്തു എന്നാ സാറെന്ന് പറഞ്ഞോട്ടെ. ഏതായാലും ആ ലൈസൻസ് നമ്മുടെ ഹൈവേ പോലീസ് കയ്യിൽ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അയ്യോ സാർ, എന്റെ ലൈസൻസ് തിരിച്ചതാ, സാർ എന്തിനത് പിടിച്ചു വെച്ചിരിക്കുന്നത്? സാറ് കാണിക്കുന്നത് ഒരു കാരണവുമില്ലാതെ എന്തിനാ സാർ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തെറ്റ് കാണിക്കുന്നത് ഞാനല്ല, നീയാ. പട്ടാപ്പകൽ കുടിച്ച് ലക്ക് കെട്ടിട്ട് വണ്ടി ഓടിച്ചില്ലേ നീ? ഞാൻ വണ്ടി ഓടിച്ചെന്നോ? സാറേ, ചുമ്മാ കോമഡി പറയല്ലേ. സാറിന് ആള് മാറിപ്പോയതായിരിക്കും. എന്റെ ലൈസൻസ് ഇങ്ങതാ. നീ കൂടുതൽ അഭിനയിക്കല്ലേ. കുടിച്ചിട്ട് വണ്ടി ഓടിച്ചില്ല അത്ര. സാറേ, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ സത്യം പറയുന്നത്. വേണമെങ്കിൽ എന്നെ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. നീ കുടിച്ചിട്ട് ഏറെ നേരം കഴിഞ്ഞില്ലേ, ഇനി ചെക്ക് ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നീ കുടിച്ച് വണ്ടി ഓടിക്കുന്നത് ഈ നാട് മുഴുവൻ കണ്ടതാ. അതുകൊണ്ട് ഇനി അതിന് പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. സാർ എന്താ സാറേ ഈ പറയുന്നത്? സത്യമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ ബാറിപ്പോയത്? അത് അത് ഞാൻ ട്രിപ്പ് വിളിച്ച ആള് വരാൻ വൈകിയപ്പോ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അകത്തേക്ക് പോയത്. അയ്യോ, നല്ല ഒന്നാം തരം കള്ളവാ നീ പറയുന്നത്. നീ കുടിച്ച് വണ്ടി ഓടിച്ചതിന് തെളിവുണ്ട് ഞങ്ങളുടെ കയ്യില്. ഇവന്റെ കാർ സ്റ്റേഷനിലേക്ക് എടുക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, സാറേ, ആ കാറിന്റെ ജീവനാ. എന്റെ ഭാര്യ എനിക്ക് മേടിച്ചു തന്നതാ. കാർ കൊണ്ടുപോകല്ലോ സാർ, പ്ലീസ്. ഞാൻ മദ്യപിച്ചിട്ടില്ല സാറേ. ഞാൻ കരഞ്ഞ് കാല് പിടിക്കുക. എന്നെ മദ്യം മണക്കുന്നുണ്ടോ? ബാറിൽ പോയിട്ട് കുറെ സമയമൊന്നും ആയിട്ടില്ല. സാറിന്റെ കയ്യിൽ മെഷീൻ കാണുമല്ലോ, അത് വെച്ച് ഒന്ന് ഉദിച്ചു നോക്കിയോളൂ സാറേ പ്ലീസ് സാറേ. നീ അവിടെ നിന്ന് തനിയെ അങ്ങ് ഊതിയാ മതി. വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൈവേ പോലീസ് ആ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവുകയാണ്. സച്ചി കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് കൊടുക്കുവോ? അവന്മാര് നോക്കിയപ്പോ അവന്മാരുടെ കയ്യിൽ തെളിവുണ്ട്. അപ്പൊ അതും കൊണ്ട് ഊതിച്ചുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മുടെ സച്ചി വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് പറഞ്ഞു, പ്ലീസ് സാർ, എന്റെ കാർ എടുക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയാ, ഞാനൊരു കുടിയനൊന്നും അല്ല. പിന്നെ എടാ കുടിയാ, മാറി നിൽക്കടാ. ആളുകളെ കൊല്ലാനാണോ നീ ഡ്രൈവർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കുന്നത്? ഒരു ഡ്രൈവറാണ് പോലും, ഒരു ഡ്രൈവറാണ് പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നീ ആദ്യം പാലിക്കുക. അത് കഴിഞ്ഞിട്ട് നീ ഡ്രൈവറാകുക. എന്റെ പൊന്നു സാറേ, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രിപ്പ് പോയ ആളെ കാണാൻ വേണ്ടിയാ ബാറിനകത്ത് പോയത്. അല്ലാതെ ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടില്ല. നിന്റെ വണ്ടി പിടിച്ചെടുക്കണമെന്നും ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. കാരണം നീ കുടിച്ച ആ ഒരു വീഡിയോ അത് വൈറലായിക്കൊണ്ടിരിക്കുക. ഇനി ഈ ജന്മം നീ വണ്ടി ഓടിക്കത്തില്ല. നീ ഏതായാലും ആ വീഡിയോ കണ്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും നീ അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. മാറി നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഏതായാലും ഹൈവേ പോലീസ് അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു പോയി കേട്ടോ. നമ്മുടെ സച്ചിയുടെ ചങ്ക് പെടഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സച്ചി വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കില്ല. അത് ഉറപ്പായിട്ടും സച്ചിക്ക് അറിയാം. സച്ചി അങ്ങനെ മദ്യപിക്കില്ല, ഇതുവരെ ഓടിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സച്ചി വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കരയുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രവീന്ദ്രനെയാണ്. രവീന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ ചന്ദ്രയുണ്ട്. അതുപോലെ തന്നെ ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ ഉണ്ട്.
ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ഭയങ്കര സങ്കടത്തിലാണ്. ഇതിൽ ഈ സമയത്താണ് നമ്മുടെ രേവതി ചന്ദ്രോദയത്തേക്ക് കയറി വരുന്നത്. രേവതി വന്നത് പിന്നെ പറയാനുണ്ടോ, അവിടെ ഒരു നാടകം തന്നെയായിരുന്നു നടക്കുന്നത്, അരങ്ങേറിയത്. അതുപോലെയാണ് നമ്മുടെ രേവതീനെ ചന്ദ്രയിട്ട് ഹറാസ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. ചന്ദ്ര മാത്രമല്ല, കിട്ടിയ അവസരമല്ലേ നമ്മുടെ ശ്രുതിയും പാഴാക്കുവോ. നന്നായിട്ട് നമ്മുടെ രേവതിനെ അങ്ങോട്ട് വലിച്ചു തൊലി വലിച്ചൂരുക എന്ന് പറയാം, അതുപോലെ ആയിപ്പോയിട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രേവതി ഇങ്ങ് വന്നേ, നീ എങ്ങോട്ട് പോവാ, അല്ല നീ അകത്തേക്ക് കയറി പോവാണോ, ഇങ്ങ് വരാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ രേവതി പതുക്കെ വന്നു കേട്ടോ. രേവതി പതുക്കെ വന്ന് കുനിഞ്ഞു തന്നെയാ നിൽക്കുന്നത്, മുഖത്ത് നോക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ ഒരു ചിരി കാണണം, വല്ലാത്തൊരു ചിരി തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീയേ ഈ വീടിന്റെ പെരുമ കാക്കാൻ വന്ന മരുമകളല്ലേ. അല്ല എന്തൊക്കെയുണ്ട് എന്റെ മരുമകളെ വിശേഷം. അല്ല എവിടെ കറങ്ങാൻ പോയതാണോ ആവോ, അതോ ഇനിയിപ്പം നിന്റെ വീട്ടിൽ പോയോ? ഏ എല്ലാം അറിഞ്ഞു എന്ന് നിന്റെ ഈ മുഖം കാണുമ്പോൾ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ആ വാതിൽപ്പടി പോയി നിൽക്ക്. നിന്റെ കെട്ടിയവൻ വന്നാല് രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റാം. അതല്ലേ അതിൻ്റെതായ ഒരു അതല്ലേ അതിൻ്റെതായ ഒരു രീതി. എന്താടി നീ മുഖത്ത് നോക്കാത്തത്, നീ കുനിഞ്ഞേ നിൽക്കത്തുള്ളോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ ഏടത്തിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഏടത്തി എന്താ പഴിച്ചത്? ഇവള് കാരണമാ, ഇവളുടെ കെട്ടിയോൻ കുടിച്ച് ജോളിയായിട്ട് കറങ്ങി നടക്കുന്നത്. ഇവളെന്ന് കുടുംബത്തിൽ കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ ഇവിടെ ഉള്ളവർക്ക് കഷ്ടകാലമാ. അത് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ. ഈ കുടുംബത്തിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു, ഒരു വിലയുണ്ടായിരുന്നു, നിലയുണ്ടായിരുന്നു. ഇവള് വന്നതോടെ അത് കുറച്ചായിട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ ഇവളുടെ ഭർത്താവ് കാരണം മുഴുവനും പോയി. ഇനി പറയാനുണ്ടോ, ഇവളുടെ ഭർത്താവ് നീ ഒറ്റയൊരുത്തി അടി ഇതിനൊക്കെ കാരണം, മൂദേവി. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ദേ സച്ചേട്ടൻ ചെയ്ത തെറ്റിനെ എന്തിനാ പാവ രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തുന്നത്? അയ്യോ പാവോ ഇവളോ, ദേ ഇവളെ കുറിച്ച് മോളെ പക്ഷേ നിനക്കറിയില്ല, ഇവളാരാ സാധനം എന്നറിയാമോ? അവനെ ഈ അളവിൽ മാറ്റിയത് ഇവളെ ഒറ്റ ഒരുത്തിയാണ്, അല്ലാതെ അല്ല അവൻ മാറിപ്പോയത്. അവനൊരു കൊച്ചു പയ്യനായിരുന്നു. ഈ ഇരിക്കുന്നയാള് കണ്ടെത്തിയ പൊന്നും കുടം തങ്കക്കുടോ ഈ നിൽക്കുന്ന രേവതി. നല്ല ഭാര്യയാണ്, നല്ല മരുമകളാണ്. ഓ എന്തൊക്കെയായിരുന്നു. അല്ല നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ? നല്ല ഭാര്യയാണെങ്കിലേ അവനെ ഉപദേശിച്ച് നന്നാക്കില്ലേ? കുടിച്ചു കൂത്താടാൻ വേണ്ടി കയറൂരി വിടുകയല്ല ചെയ്യണത്, ഭാര്യമാരെ അടക്കി പിടിക്കുക ചെയ്യണത്. ഇത് അങ്ങ് അഴിച്ചു വിട്ടേക്കല്ലേ. അവനെ നന്നാക്കാൻ ഇവക്ക് സമയമില്ല. അതുമാത്രമല്ല, അവനെ നന്നാക്കാൻ ഇവക്ക് താല്പര്യമില്ല. ഇവക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരെ പണ്ടേ നന്നായനല്ലോ. അവനിങ്ങനെ കുടിച്ചു കൂത്താടി നടന്നാലല്ലേ ഇവക്ക് ഇവളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നടക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവക്ക് നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇവള് കയറൂരി വിട്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുക, രേവതി ശ്രുതിയുടെ കാര്യത്തിൽ സച്ചയോട് ഇടപെടരുത് എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ചെയ്താലും ചോദിക്കുമെന്ന്. ഇപ്പം സച്ചി തെറ്റ് ചെയ്തു, അപ്പൊ ഞങ്ങൾക്കും അത് ചോദിക്കാമല്ലോ അല്ലെ? ഞങ്ങൾക്ക് ചോദിക്കുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുകൂടെ കേട്ടപ്പോ നമ്മുടെ രേവതിക്ക് ഒരു അക്ഷരം ഇല്ലാട്ടോ മിണ്ടാന്. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി പറഞ്ഞു, അദ്ദേഹം വളരെ നല്ലവനാണ്, തെറ്റിന് കൂട്ടു നിൽക്കില്ല, ചെയ്യില്ല എന്നും കൂടി നീ ഇന്ന് രാവിലെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. ഇന്ന് അവൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചെയ്തതല്ലേ തെറ്റ്, ഏറ്റവും വലിയ തെറ്റ്. ദേ ഈ തെറ്റ് മറിക്കാൻ ഇനി രേവതി നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അവൻ എന്നെയാണല്ലോ തെറ്റുകാരനാക്കിയത്. കല്യാണ ദിവസം ഓടിപ്പോയി, അച്ഛനെ അപമാനിച്ചു, കുടുംബത്തെ അപമാനിച്ചു. എന്നിട്ട് ഇപ്പൊ ആര് കാരണം അപമാനം ഉണ്ടായത്? അവൻ കാരണമല്ലേ. അച്ഛൻ ഇനി വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഒരു ഡ്രൈവറിന്റെ മോൻ കള്ളുകുടിയനാന്നല്ലേ പറയാൻ പോകുന്നത്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ രേവതി, കുടുംബത്തിൽ മൊത്തം മനസമാധാനക്കേട് ഉണ്ടാക്കിയിട്ട് നീ സന്തോഷിക്കടി. അല്ല എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ അമ്മ ഞാൻ ചെയ്തത്? ഓ നീ കൂടുതൽ പറയല്ലേ. അവനെ രാത്രി വന്നിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. നിന്നെ കെട്ടിയതിന് ശേഷം അവൻ നേരെ നോക്കാതെ കുടിക്കാൻ തുടങ്ങിയത്. മുമ്പ് അവൻ ജോലി ചെയ്യുമ്പോഴേ പട്ടാപ്പകല് അവൻ കുടിക്കില്ലായിരുന്നു, ഇതുവരെ കുടിച്ച് കണ്ടിട്ടുമില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ അവൻ പട്ടാപ്പകലും കുടിക്കാൻ തുടങ്ങി. പൂ കൊണ്ടുപോകുന്ന
പൂ പൂ കൊണ്ടുപോകുന്ന സ്കൂട്ടറിന്റെ പുറകിൽ അഭിമാനത്തോടു കൂടി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 500 മാല കെട്ടിയ സച്ചിയുടെ ഭാര്യ രേവതി എന്ന്. അതൊന്ന് മാറ്റി എഴുതുന്ന നല്ലത്. 500 മാല കെട്ടിയ കുടിയൻ സച്ചിയുടെ ഭാര്യ രേവതി എന്ന് എഴുതണം. അതല്ലായിരിക്കുമോ ഇനി എഴുതേണ്ടത്? അങ്ങനെ ആവുമ്പം ആൾക്കാർക്ക് അറിയാനേ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇനി പൂക്കാരി രേവതി നല്ലടി നിന്നെ വിളിക്കാൻ പോകുന്നത് കുടിയന്റെ ഭാര്യ എന്നാ വിളിക്കാൻ പോകുന്നത്. നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെയെങ്കിലേ കുടിയന്റെ അമ്മയെന്ന് നിങ്ങളെ വിളിക്കില്ലേന്ന്. ഇത് കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നേ. അപ്പൊ നമ്മുടെ വർഷ അത് സത്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അഹങ്കാരം പറയുന്നോ? ആന്റി മിണ്ടാതിരിക്കുക. ലോജിക്കലി രേവതി ചേച്ചി പറഞ്ഞത് സത്യം ആന്റി. ആന്റി രേവതി ചേച്ചി പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളതെന്ന് നമ്മുടെ വർഷ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എടി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ഞാൻ കുടിയനെ പെറ്റവനാണോടി? ഞാൻ കുടിയനെ ഒന്നും അല്ല പെറ്റത്. ദേ അമ്മേ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കണം, അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മയാ, ഞാൻ മാത്രമല്ല. ഞാൻ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ വന്നിട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷമാകുന്നു. പക്ഷേ ജനിച്ചപ്പം മുതൽ അമ്മയുടെ കൂടെ മോനുണ്ടല്ലോ. അമ്മ എന്തുകൊണ്ട് മോനെ പറഞ്ഞ് തിരുത്തിയില്ല, മാറ്റിയില്ല, കുടിക്കരുത് എന്ന് പറഞ്ഞില്ല? എന്നിട്ടിപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നോ? ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നത്? ഒരു വർഷം ആയതേ ഉള്ളൂ എൻ്റെ കൂടെ കൂടിയിട്ട്. എൻ്റെ കൂടെ കൂടിയൊന്നും കൂടി തുടങ്ങിയ മനുഷ്യനല്ലല്ലോ. എൻ്റെ കൂടെ കൂടുന്നതിന് മുമ്പ് കുടിക്കാൻ തുടങ്ങിയ മനുഷ്യൻ തന്നെയാ. പിന്നെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞു തിരുത്തേണ്ടത് അമ്മയായിരുന്നു. ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ ആ മനുഷ്യനുണ്ടല്ലോ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് സ്നേഹമൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം കുടി തുടങ്ങിയത്. അല്ലാതെ ഒരിക്കലും ഞാൻ കാരണമൊന്നുമല്ല അദ്ദേഹം കുടി തുടങ്ങിയത്. ഇതമ്മ മനസ്സിലാക്കാത്തത് എന്താ? ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. പിന്നെ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്തിനും എന്റെ തലയിൽ കൊണ്ടിടുന്നത്? ഇപ്പൊ സച്ചേട്ടൻ കുടിച്ചതും ഞാൻ കാരണം അത്രേ. മടുത്തു, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് തുടങ്ങി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ നിലയും വിലയും ഒക്കെ അങ്ങ് തെറ്റി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിർത്തടി, നിർത്ത്. ഞാൻ നോക്കിയ 2 മക്കള് തങ്ക കട്ടികളാ. നോക്കടി, എനിക്ക് നന്നായിട്ട് വളർത്താൻ അറിയാം. ഇദ്ദേഹത്തിന്റെ അമ്മ വളർത്തിയത് കൊണ്ടാ അവൻ അങ്ങനെയായി പോയത്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ വായടയ്ക്കുന്നുണ്ടോ? നീ ഓരോന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ ആക്കിയത്. അതെനിക്കറിയാം. അവൻ തെറ്റ് ചെയ്തതിന് നീ എന്തിനാ രേവതിയുടെ മെക്കിട്ട് കയറുന്നത്? ഓഹോ, അപ്പൊ ഇവള് പറയുന്നത് നിങ്ങൾ കേട്ടില്ല? അവനെ കുടിക്കാൻ വിട്ടത് ഞാനാണെന്ന്. എന്റെ വളർത്തു ദോഷം കാരണമാ അവൻ അങ്ങനെ ആയതെന്ന്. ഇതെങ്ങനെ ഞാൻ സഹിക്കും? ഞാൻ സഹിക്കത്തില്ല. അവനെ ഞാൻ വളർത്തിയിട്ടില്ല, ഊട്ടിയിട്ടില്ല, ഉണ്ടിട്ടില്ല, ഉറക്കിയിട്ടില്ല. ഊട്ടിയിട്ടില്ല, ഉറക്കിയിട്ടില്ല. എന്നിട്ടല്ലേ അവന് ഞാൻ വളർത്തി വഷളാക്കിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ രേവതി, നീ തന്നെയാ തെറ്റുകാരി. ശ്രുതി, എൻ്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രുതി പറയാണ്, എൻ്റെ ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ പറഞ്ഞു തിരുത്തും. പക്ഷെ നീ അവനെ തിരുത്തി നേർവഴിക്ക് നടത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പൊ എത്തിയത്. എൻ്റെ ഭർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. നീ അത് ചൂണ്ടിക്കാണിക്കണ രേവതി. അങ്ങനെ ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ടാ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, നാട്ടിലുള്ളവരെല്ലാം വിളിച്ചോരൊന്ന് പറയുക, പരിഹസിക്കുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. ഓ, എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്റെ ഈശ്വരാ ഞാനിനി. ഓർക്കുമ്പോ തന്നെ തല പെരുത്ത് കയറുക. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലേ ഇനി നിരന്ന് നിൽക്കേണ്ടി വരും. ഏതായാലും ഈ സമയത്താണ് ചന്ദ്രനെ വേറെ ആരോ വിളിക്കുന്നത്. പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരുമല്ല നമ്മുടെ ചന്ദ്രനെ വിളിക്കുന്നത്. ചന്ദ്രയുടെ ബന്ധുക്കളോ ആരോ മറ്റുമാണ്. അയ്യോ, ഇത് കണ്ടത് നമ്മുടെ ചന്ദ്രയുടെ സമാധാനം പോയി. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കട്ടാക്കി വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ അമ്മ ഫോൺ വിളിക്കുകയാണ്. ആരെ? ചന്ദ്രനെ. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, അയ്യോ, അതേ വർഷയുടെ അമ്മയെ ഫോൺ വിളിക്കുന്നത്. അതെന്താ വർഷയുടെ അമ്മ എന്നെ വിളിക്കുന്നത്? എന്തിനാണ് നിന്റെ അമ്മ എന്നെ വിളിക്കുന്നത്? അതെനിക്കറിയില്ലല്ലോ അമ്മേ. എന്റെ അമ്മയല്ലേ വിളിക്കുന്നത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കോൾ അറ്റൻഡ് ചെയ്യുക, സംസാരിക്കുക. അതിനിപ്പോ എന്താ പ്രശ്നം? അപ്പോഴത്തേക്കും പേടിച്ചിട്ട് നമ്മുടെ ചന്ദ്ര എടുത്തിട്ട്, ഹലോ മഹിമേ, അല്ല നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ചാനലുകാരുണ്ടോ ചന്ദ്രേ? അതെന്താ മഹിമേ അങ്ങനെ ചോദിച്ചത്? മനസ്സിലായില്ല. ഇല്ലല്ലോ, ചാനലുകാരൊന്നും ഇല്ലല്ലോ. എങ്കിലേ കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ചാനലുകാർ വന്നോളും. വലിയ ഫേമസ് ആയില്ലേ നിങ്ങള്. ഇനിയിപ്പം എന്ത് പറയാനാ? നിന്റെ കുടിയനായ മകനെ കുറിച്ച് ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത്. ഇങ്ങനെയൊരു മകൻ ഞങ്ങൾക്കില്ലാത്തത് ഭാഗ്യമായി. സമൂഹത്തിന് മുമ്പിൽ നീയും കുടുംബമൊക്കെ അപമാനപ്പെട്ടു ചന്ദ്ര. നിനക്ക് എങ്ങനെ ഈ അപമാനം താങ്ങാൻ പറ്റുന്നു ചന്ദ്ര? ഓ, എനിക്ക്
എനിക്ക് ഓർക്കുമ്പോ ഉണ്ടല്ലോ സത്യം പറഞ്ഞ നാണക്കേട് തോന്നുക. എന്റെ മോള് ആ വീട്ടിലെ മരുമകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ല ചന്ദ്രമതി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ കേൾക്കുന്നില്ലേ? ഏതായാലും സത്യമായിട്ട് ഒരു കാര്യം പറയാട്ടോ, ഇത്രയും മുഴു കുടിയനുള്ള ഒരു വീട്ടിലാണല്ലോ എന്റെ മകളെ നിർത്തിയേക്കുന്നത് ഓർത്തിട്ടാ. ഓ, എനിക്കങ്ങോട്ട് തൊലി ഉരിഞ്ഞു പോവുക. ഇനി എന്റെ നാട്ടുകാരും വീട്ടുകാരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്ത് പറയുന്ന അറിയില്ല. ഓ, ഇങ്ങനെ ഒരു കുടിയനുള്ള വീട്ടിലാണല്ലോ എന്റെ മകള് കയറി ചെന്നിരിക്കുന്നതെന്നല്ലേ എല്ലാവരും ചോദിക്കത്തുള്ളൂ. അപ്പൊ ആർക്കും അതിന്റെ നാണക്കേട് ക്ഷീണവും എനിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കിട്ടിയ അവസരം അങ്ങ് പാഴാക്കാതെ മഹിമ അങ്ങ് വാരാണ്. നമ്മുടെ വർഷം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വർഷം മേടിച്ചിട്ട് ഫോൺ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു, അതെ എൻ്റെ അമ്മയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് ആന്റി കാര്യമാക്കൊന്നും വേണ്ട. പിന്നെ ഇതിനെ ചൊല്ലി ഇനി ഈ നിൽക്കുന്ന രേവതി ചേച്ചിയുടെ അമ്മയ്ക്ക് ഇട്ട് കയറാനും പോണ്ട. അമ്മ ഇങ്ങനെ പലതും പറയും, അത് ഞാൻ ഡീൽ ചെയ്യുന്നോളാം. അമ്മ ഡീൽ ചെയ്യേണ്ട കാര്യമില്ല. അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ആന്റി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ വർഷം. അപ്പോഴത്തേക്കും ആണെങ്കിൽ ചന്ദ്രമതി, അയ്യോ ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും, നാണക്കേടായി പോയല്ലോ, ഇനി മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെ നോക്കും. ദേ, വർഷയുടെ അമ്മയ്ക്കും വർഷയുടെ അച്ഛനും എല്ലാം അറിയാം, കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഈ നിൽക്കുന്ന ശ്രുതിയുടെ അച്ഛന് എന്തെങ്കിലും അറിയാമോ? ഇനി ആ പുള്ളിക്കാരനും കൂടി അറിഞ്ഞാലോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതിനെ ഏടത്തിയുടെ അച്ഛൻ ജയിലിലല്ലേ ഉള്ളത്, അപ്പൊ എങ്ങനെ അറിയാനാ? അത് പിന്നെ അച്ഛൻ മാത്രമല്ലേ ജയിലിലുള്ളൂ, ഇളയച്ഛനും ഇളയച്ഛന്റെ ഭാര്യയും ബന്ധുക്കളും ഒക്കെ ജയിലിന് വെളിയിലല്ലേ, അവരൊക്കെ ഇത് അറിയില്ലേ? ഇത് ലോകമെമ്പാടും ഈ ന്യൂസ് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ, വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് അറിഞ്ഞു കാണും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞതേ. അപ്പം അടുത്തത് നമ്മുടെ ഭാമ വിളിക്കുകയാണ് കേട്ടോ. ഭാമ വിളിച്ചപ്പോഴത്തേക്കും, ഇല്ല ഞാൻ കോൾ എടുക്കില്ല, അവൾ എന്നെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നു, ഞാൻ എന്തിനാ കോൾ എടുക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് ഒരു കോള് വരുന്നു, നമ്മുടെ ശ്രുതിക്ക് ഒരു കോള് വരുന്നു. അപ്പൊ എല്ലാവരും ആകെപ്പാടെ ഓടുങ്ങിലാണ്. നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ എൻ്റെ ഏട്ടൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആകെപ്പാടെ നമ്മുടെ ചന്ദ്രയുടെ അങ്ങോട്ട് എന്താ പറയാ, അഭിമാനം അങ്ങ് ഉരുകിപ്പോയ പോലെയാണ് ചന്ദ്ര അവിടെ കിടന്ന് കാണിക്കുന്നത്. കിട്ടിയ അവസരമല്ലേ നമ്മുടെ രേവതിനെ സച്ചിനെ താഴ്ത്തി കെട്ടാന്. പിന്നെ പറയേണ്ടതുണ്ടോ ചന്ദ്ര? ഇതല്ല ഇതിനപ്പുറവും പറയും. അതുമല്ല, ഈ പ്രശ്നം വലുതായിട്ട് ഊതിപ്പെരിപ്പിച്ച് നമ്മുടെ സച്ചിനെയും രേവതിനെയും വീട്ടിൽ ഇറക്കി വിട്ടാൽ അത്രയ്ക്കായി. അപ്പം നമ്മുടെ ചന്ദ്ര വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യും. തൊട്ടടുത്ത് നിൽക്കുന്ന ശ്രുതിക്കും ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അവരൊരു എന്താ പറയുക, സിനിമ കണ്ടിട്ട് അതിന്റെ ക്ലൈമാക്സ് ആസ്വദിക്കുന്നത് പോലെയാണ് അവിടെ നിന്നിട്ട്. അയ്യോ, ഇതിന്റെ ക്ലൈമാക്സ് ആയി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ, നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ക്ലൈമാക്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിന്നിങ്ങനെ സന്തോഷിക്കുന്നത്. അറിയില്ലല്ലോ ശ്രുതിക്കും ഇതിന്റെ ഫ്ലാഷ് ബാക്ക് എന്നതാണെന്ന്, ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നും അറിയില്ലല്ലോ. ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. ഏതായാലും എല്ലാവരും അവരവരുടെ കാര്യം നോക്കി അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ രേവതി നിന്ന് പൊട്ടിക്കരയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വന്നിട്ട്, സാരമില്ല ചേച്ചി, പോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, എല്ലാം പോയി, എൻ്റെ സമാധാനം മൊത്തം പോയില്ലേ. ഞാൻ സച്ചേട്ടനെ കുറിച്ച് എന്തൊക്കെയാ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അതുമാത്രമല്ല, എല്ലാവരുടെയും മുമ്പിൽ സച്ചേട്ടൻ ഡ്രൈവിങ്ങിൽ പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് സച്ചേട്ടൻ നശിപ്പിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചി ചന്ദ്രോദയത്തിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അകത്തേക്ക് കയറി വരാൻ തുടങ്ങുകയാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് പെട്ടെന്ന് വരാം. നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷമാണ് അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ ഈ വിശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം ടാറ്റാ, ബൈ ബൈ.